പ്രൈസ് ദി ലോർഡ്. എന്നെ സ്പർശിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്രദർ പറഞ്ഞു, നീ എന്തിനെ സ്നേഹിക്കുന്നു അത് നീ അതായിട്ട് മാറും. ബ്രദർ പറഞ്ഞ കാര്യം, നീ എന്തിനെ സ്നേഹിക്കുന്നോ നീ അതായിട്ട് മാറും എന്ന് പറഞ്ഞത്. ജ്ഞാനത്തെ നീ സ്നേഹിച്ചാൽ നീ ജ്ഞാനമായിട്ട് മാറും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഈശോയായിട്ട് സ്നേഹിച്ചാൽ ഈശോയായിട്ട് മാറാൻ പറ്റുമല്ലോ എന്നുള്ളത്. അത് നല്ലൊരു ഉൾക്കാഴ്ചയായിരുന്നു. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ദിസ് ഇസ് സോ പവർഫുൾ ദാറ്റ് വെൻ യു ലവ് സംതിങ് ഓർ യു ലവ് സംബഡി യു ട്രാൻസ്ഫോം ഇൻ ടു ദാറ്റ് പേഴ്സൺ ഓർ ദാറ്റ് സിറ്റുവേഷൻ വാട്ട് എവർ എന്നുള്ളത്. അതൊന്ന് വലിയൊരു ഇൻസൈറ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ സ്റ്റാർ, എല്ലാ വർഷവും ഞാനും ക്രിസ്മസിന് സ്റ്റാർ തൂക്കാറുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിയിക്കാൻ ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് ചോദിച്ചു, ഈ സ്റ്റാർ തൂക്കണോ? നമ്മൾ പ്രഘോഷിക്കുമല്ലേ, നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പ്രഘോഷിക്കുമല്ലേ. അത്രയും ഒരു ബേസിക് ആയിട്ടുള്ള നോളജേ ഉള്ളായിരുന്നു സ്റ്റാർ തൂക്കുന്നതിനെ കുറിച്ച്. പക്ഷേ ടുഡേ ഹി ടോൾഡ് us that സ്റ്റാർ മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു വിസ്ഡം. ഇറ്റ് വാസ് എ റിയലി എ ന്യൂ ഇൻസൈറ്റ് ആൻഡ് വണ്ടർഫുൾ ഇൻസൈറ്റ് ഓൾസോ, പ്രൈസ് ഗോഡ്. പിന്നെ വേറൊരു കാര്യം ബ്രദർ പറഞ്ഞായിരുന്നു, ബൈബിൾ കോളേജ് എത്ര സ്ഥാപനങ്ങളുണ്ട്, 5000 പാരിഷസ് ഉള്ളതിൽ വി ഹാവ് 6000 സ്കൂൾസ് എന്നുള്ള. പക്ഷേ ബൈബിൾ കോളേജ് ഒന്നുപോലും ഇല്ല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോഴത്തേന് എനിക്കൊരു ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്, തീർച്ചയായിട്ടും ബൈബിൾ കോളേജ് വരും എന്നുള്ള ഉറപ്പുണ്ട് എനിക്ക്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബ്രദറിലൂടെ തന്നെ നിയർലി അബൌട്ട് 20-25 years ബാക്ക്, അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ, നമുക്ക് TV ചാനലിൽ ദൂരദർശൻ മാത്രം ഉള്ളപ്പോഴത്തേന് ബ്രദറിൻ്റെ ഒരു കൺവെൻഷനോ ധ്യാനമോ ഞാൻ ഓർക്കുന്നില്ല, എന്താ കൂടിയപ്പോഴത്തേന് ബ്രദർ പറഞ്ഞു, നോക്കിക്കോ ഒരു കാലം വരും TV-യിലൂടെ നിങ്ങളിപ്പോൾ സിനിമയും സീരിയലും പാട്ടും ഒക്കെ അല്ലേ കേൾക്കുന്നത്, നിങ്ങൾ ദൈവവചനം കേൾക്കും എന്നുള്ള. ഞാൻ വെച്ചാൽ എന്തൊരു മണ്ടത്തരായി പറയുന്നത്, ഈ TV-യിലൂടെ എവിടുന്ന് വചനം വരാനാ, ആരാണ് വചനം പറയാൻ പോകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ പുച്ഛിച്ച് തള്ളി അന്ന്. പക്ഷെ അന്ന് പുള്ളി നമ്മളെല്ലാവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു TV-യിലൂടെ. ദാറ്റ് വാസ് അബൌട്ട് 25 years ബാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അത് പ്രാവർത്തികമായി. വി ഹാവ് സോ മെനി ഗുഡ് ചാനൽസ്, കാത്തലിക് ചാനൽസ്. അതുകൊണ്ട് ഉറപ്പായിട്ട് ബൈബിൾ കോളേജ് വരും എന്നുള്ളൊരു എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എനിക്കൊന്ന് സ്പർശിച്ച ഈ സങ്കീർത്തനങ്ങൾ, എല്ലാ ദിവസവും 4-5 സങ്കീർത്തനങ്ങൾ വായിക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഈ സങ്കീർത്തനങ്ങൾ പാടുമ്പോഴത്തേന് ഉണ്ടാകുന്ന ഒരു സിംഗിങ് ഈസ് പ്രേയിങ് ട്വൈസ് എന്ന് പറഞ്ഞ പോലെ, സങ്കീർത്തനങ്ങൾ പാടുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള, എനിക്കറിയത്തില്ല, എന്തൊരു അഭിഷേകവും എന്തൊരു പാപബോധവുമാണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് റിയലി, ഐ ഡോണ്ട് നോ, ഐ ക്യാൻ ഇമാജിൻ ഈശോ അത് പാടി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോഴത്തേന് വാട്ട് ഹി മസ്റ്റ് ഹാവ് ഗോൺ ത്രൂ എന്നുള്ള ശരിക്കും ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ സങ്കീർത്തനങ്ങൾ പാടുന്ന ട്യൂണൊന്നുമില്ല, എനിക്കറിയാം, എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ പാടാനും പറ്റുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ഗിവിങ് മീ എ ലോട്ട് ഓഫ് അനോയിൻറ്റിങ്. താങ്ക് യു ലോർഡ്, പ്രൈസ് ലോർഡ്.